നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഗാസയിൽ വെടിനിർത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള UN പ്രമേയം രക്ഷാസമിതിയിൽ US വീറ്റോ ചെയ്തതോടെ വെടിനിർത്തൽ നീളുകയാണ്. ലക്ഷ്യങ്ങൾ ഇപ്പോഴും യുദ്ധക്കെടുതിയിൽ തന്നെയാണ്. ബന്ദികളെ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളെ വെടിനിർത്തൽ പ്രമേയം സ്വാധീനിക്കും എന്നാണ് US വാദിക്കുന്നത്. അൾജീരിയയാണ് UN രക്ഷാസമിതിയിൽ പ്രമേയം കൊണ്ടുവന്നത്. US മാത്രമാണ് ഇതിനെ എതിർത്ത് വോട്ട് ചെയ്തത്. ഗാസ മുനമ്പിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് UN രക്ഷാസമിതിയിൽ കൊണ്ടുവന്ന പ്രമേയം അമേരിക്ക വീറ്റോ ചെയ്ത നടപടിയെ ഹമാസ് അപലപിച്ചിട്ടുണ്ട്. ഗാസയിൽ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യ നിർത്തണമെന്ന ആവശ്യത്തെ തള്ളിക്കളഞ്ഞ അമേരിക്കൻ നടപടിയെ ശക്തമായി അപലപിക്കുന്നു എന്നാണ് ഹമാസ് പ്രതികരിച്ചത്. UK വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നപ്പോൾ 13 രാജ്യങ്ങൾ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു. ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ 30,000-ഓളം പലസ്തീനികളാണ് ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുള്ളത്. 20 ലക്ഷത്തോളം പേർ കടുത്ത പട്ടിണിയെ അഭിമുഖീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈയൊരു സാഹചര്യത്തിലും വെടിനിർത്തൽ പ്രമേയം വീറ്റോ ചെയ്ത US നടപടിക്കെതിരെ വലിയ വിമർശനം തന്നെയാണ് ഇപ്പോൾ ഉയരുന്നത്. വെടിനിർത്തൽ തോൽവിക്ക് സമാനമെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രഖ്യാപിത നിലപാട്. എന്നാൽ ഹമാസിനെ കുറച്ചു കാണാനാകില്ല എന്നാണ് പ്രതിരോധ രംഗത്തെ നിരീക്ഷകർ പറയുന്നത്. ഗാസ മുനമ്പിൽ വളരെ നീണ്ട ഒരു യുദ്ധത്തിന് തന്നെയാണ് ഹമാസ് തയ്യാറെടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ എതിരാളികൾ വെടിനിർത്തലിന് സമ്മതിക്കുവോളം നാളുകൾ ചെറുത്തു നിൽക്കാൻ ഹമാസിന് ശേഷിയുണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത്. ഗാസ ഭരിക്കുന്ന ഹമാസ് ആവശ്യത്തിന് ആയുധങ്ങളും മിസൈലുകളും ഭക്ഷണവും മരുന്നുകളും ശേഖരിച്ചിട്ടുണ്ട്. തുരങ്കങ്ങൾ കേന്ദ്രീകരിച്ച് പോരാടുന്ന തങ്ങളുടെ ആയിരക്കണക്കിന് സായുധാംഗങ്ങൾക്ക് മാസങ്ങളോളം അതിജീവിക്കാൻ കഴിയും. ഗറില്ല യുദ്ധമുറകളിലൂടെ ഇസ്രയേൽ സൈനികർക്ക് തിരിച്ചടി നൽകാനും ശേഷിയുണ്ട് ഹമാസ് പടയ്ക്ക്. ഇതിനിടയിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് ഗാസയിലെ സാധാരണക്കാർ മാത്രമാണ്. 2007-ൽ രാഷ്ട്രീയ എതിരാളികളെ അക്രമാസക്തമായി പുറത്താക്കിയ ശേഷം ഹമാസ് ഗാസയുടെ ഏക ഭരണാധികാരിയായി മാറുകയായിരുന്നു. ഹമാസിന് സ്വന്തമായി ഒരു സായുധ വിഭാഗമുണ്ട്. യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് 30,000 പോരാളികളാണ് ഇവർക്ക് ഉള്ളത് എന്നാണ് പറഞ്ഞിരുന്നത്. ഇസ്ലാമിക് റെസിഡൻസ് മൂവ്മെന്റ് എന്ന പേരിലുള്ള സംഘം ഇസ്രയേലിന് പകരം ഒരു ഇസ്ലാമിക രാഷ്ട്രം സൃഷ്ടിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇസ്രയേലിന്റെ നിലനിൽപ്പിനുള്ള അവകാശത്തെ തന്നെ ഹമാസ് നിരാകരിക്കുന്നുമുണ്ട്. പാലസ്തീൻ ജനതയ്ക്കെതിരായ ഇസ്രയേലിന്റെ കുറ്റകൃത്യങ്ങൾക്കുള്ള പ്രതികരണമായാണ് ഹമാസ് ഒക്ടോബർ 7-ലെ ആക്രമണത്തെ ന്യായീകരിക്കുന്നത്. അധിനിവേശ കിഴക്കൻ ജെറുസലേമിലെ ഇസ്ലാമിന്റെ 3ാമത്തെ വിശുദ്ധ സ്ഥലമായ അൽ അഖ്സ പള്ളിയിലെ സുരക്ഷാ റെയ്ഡുകളും അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ജൂത കുടിയേറ്റ പ്രവർത്തനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഹമാസ് ആക്രമണം തുടങ്ങിയെങ്കിലും ഇപ്പോൾ കൈവിട്ട അവസ്ഥയിലാണ്. വെടിനിർത്തലിന് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആഗ്രഹിക്കുന്നതും ഹമാസ് തന്നെയാണ്. ഇസ്രയേലിലെ ആയിരക്കണക്കിന് പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കണമെന്നും ഇസ്രയേലും ഈജിപ്തും ചേർന്ന് ഗാസ മുനമ്പിലെ ഉപരോധം അവസാനിപ്പിക്കണമെന്നും ഹമാസ് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ പ്രമേയം US തുടർച്ചയായി പരാജയപ്പെടുത്തുന്നത് പലസ്തീൻ ജനതയെ കൊല്ലാനും കുടിയിറക്കാനും ലക്ഷ്യമിട്ടുള്ള ഇസ്രയേലിന്റെ നാസി അജണ്ട നടപ്പാക്കുന്നതിനാണ് എന്നാണ് ഹമാസ് പറയുന്നത്. ഗാസയ്ക്കെതിരായ യുദ്ധം അവസാനിപ്പിക്കാൻ സാധിക്കാത്തതിന്റെ ഉത്തരവാദിത്തം US പ്രസിഡന്റ് ജോ ബൈഡനും അദ്ദേഹത്തിന്റെ ഭരണകൂടവും ഏറ്റെടുക്കണമെന്ന് ഹമാസ് പറയുന്നു. അമേരിക്കയുടെ നിലപാടാണ് അധിനിവേശത്തിനുള്ള പച്ചക്കൊടിയായി തുടരുന്നത്. നിരായുധരായ പലസ്തീൻ ജനതയെ ബോംബാക്രമണത്തിലൂടെയും പട്ടിണിക്കിട്ടും ഇസ്രയേൽ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയ്ക്കാണ് ഗാസയിലെ കുട്ടികൾക്കും നിരായുധരായ സാധാരണക്കാർക്കുമെതിരെ തുടരുന്ന ആക്രമണത്തിന്റെ നേരിട്ടുള്ള ഉത്തരവാദിത്തമെന്നും പറയുന്നു. ഇസ്രയേലിനെ യുദ്ധത്തിൽ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നതിനായി 10,000 ടൺ ആയുധങ്ങളാണ് അമേരിക്ക വിതരണം ചെയ്തിട്ടുള്ളത് എന്നും ഹമാസ് ആരോപിക്കുന്നുണ്ട്. ഒക്ടോബർ 7-ന് ഇസ്രയേൽ ഗസയുടെ മണ്ണിൽ വംശഹത്യ തുടങ്ങിയതിനു ശേഷം ഇത് 3ാം തവണയാണ് അമേരിക്ക വെടിനിർത്തൽ പ്രമേയം വീറ്റോ ചെയ്യുന്നത്. യുദ്ധം ആരംഭിച്ചതു മുതൽ സമ്പൂർണ്ണ ഉപരോധമാണ് ഇസ്രയേൽ ഗാസയ്ക്ക് മേൽ ചുമത്തുന്നത്. ഇത് ഗാസയിലേക്കുള്ള ഭക്ഷണം, വെള്ളം, മരുന്ന്, വൈദ്യുതി എന്നിവ പൂർണ്ണമായും തടസ്സപ്പെടുന്നതിന് കാരണമായിട്ടുണ്ട്. ഇതുവരെ 29,000-ത്തിലധികം ആളുകളാണ് ഗാസയിൽ കൊല്ലപ്പെട്ടിട്ടുള്ളതും 70,000-ഓളം പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. പ്രമേയത്തെ അനുകൂലിച്ചുള്ള ഓരോ വോട്ടും പലസ്തീനികളുടെ ജീവിക്കാനുള്ള അവകാശത്തിനുള്ള പിന്തുണയാണെന്ന് UNലെ അൾജീരിയൻ പ്രതിനിധി അമർ ബെൻഡാമ പറഞ്ഞു. എന്നാൽ ഇതിനെതിരെ വോട്ട് ചെയ്യുന്നത് ക്രൂരമായ ആക്രമണത്തിന് പിന്തുണ നൽകുന്നതിനെ സൂചിപ്പിക്കുന്നു എന്നും അൾജീരിയയുടെ നയതന്ത്ര പ്രതിനിധി വ്യക്തമാക്കിയിട്ടുണ്ട്. വെടിനിർത്തലിനൊപ്പം അന്താരാഷ്ട്ര നീതിന്യായ കോടതി ജനുവരിയിൽ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ നടപ്പിലാക്കണമെന്നാണ് പ്രമേയം ആവശ്യപ്പെടുന്നത്. സിവിലിയന്മാരെ സംരക്ഷിക്കണമെന്നും ഗാസയ്ക്കുള്ള സഹായം സുഗമമായി എത്തിക്കുന്നതിനു വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇസ്രയേലിന് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഇതൊന്നും ചെവികൊള്ളാൻ ഇസ്രയേൽ പക്ഷേ തയ്യാറായിട്ടില്ല. അധികാരമേറ്റതിനുശേഷം ഹമാസ് ഇസ്രയേലുമായി നിരവധി യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട്. ആയിരക്കണക്കിന് റോക്കറ്റുകൾ തൊടുത്തുവിടുകയും മറ്റ് മാരകമായ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്.
2008-ലും 2014-ലും ഇസ്രയേൽ ഹമാസിനെ വ്യോമാക്രമണത്തിലൂടെ ആവർത്തിച്ച് ആക്രമിച്ചിരുന്നു. ഗാസയിലേക്ക് സൈന്യത്തെ അയക്കുകയും ചെയ്തിരുന്നു. ഹമാസ് അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ അതിന്റെ സായുധ വിഭാഗത്തെ മാത്രം ഇസ്രയേൽ, US, UK, EU തുടങ്ങിയ എല്ലാ രാജ്യങ്ങളും ഒരു തീവ്രവാദ ഗ്രൂപ്പായാണ് കണക്കാക്കുന്നത്. ധനസഹായവും ആയുധവും പരിശീലനവും നൽകി ഇറാനാണ് ഹമാസിനെ പിന്തുണയ്ക്കുന്നതും. ഇതേസമയം ഏറ്റവും കഷ്ടമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഗാസയിലേക്കുള്ള ഭക്ഷണ വിതരണം പൂർണ്ണമായും വേൾഡ് ഫുഡ് പ്രോഗ്രാം നിർത്തിവച്ചിരിക്കുകയാണ്. ഭക്ഷ്യവസ്തുക്കളുമായി പോകുന്ന ട്രക്കുകൾക്ക് സുരക്ഷയില്ല എന്നുള്ള കാരണം പറഞ്ഞാണ് ഭക്ഷ്യവിതരണം നിർത്താനുള്ള പ്രധാന കാരണം. ഇതിനൊപ്പം ഗാസയിലെ ക്രമസമാധാന നില തകർന്നതും വിതരണം നിർത്താൻ കാരണമായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഇതോടെ ഗാസയിൽ ജനലക്ഷങ്ങളാണ് പട്ടിണിയിലായിട്ടുള്ളത്. ഭക്ഷ്യവിതരണം നിർത്തുന്നത് നിസ്സാരമായി എടുത്ത തീരുമാനമല്ല. ഭക്ഷ്യവിതരണം നിർത്തിയാൽ ആളുകൾ മരിക്കാൻ സാധ്യതയുണ്ട് എന്നറിയാം. പക്ഷേ ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യുന്ന ട്രക്കുകളുടെ സുരക്ഷ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്നാണ് വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ നിലപാട്. ട്രക്കിന് നേരെ ആക്രമണമുണ്ടായതിനെ തുടർന്ന് 3 ആഴ്ച മുമ്പ് ഭക്ഷ്യവിതരണം നിർത്തിയിരുന്നു. തുടർന്ന് വിതരണം പുനരാരംഭിച്ചപ്പോൾ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ട്രക്കുകൾക്ക് നേരെ വീണ്ടും വെടിവയ്പുണ്ടായി. വിശപ്പ് കൊണ്ട് വലയുന്ന ജനങ്ങൾ ട്രക്കുകളിലെ ജീവനക്കാരെ ആക്രമിച്ച് സാധനങ്ങൾ എടുത്തുകൊണ്ടുപോകുന്നതും വെല്ലുവിളിയായിട്ടുണ്ട് എന്നാണ് വേൾഡ് ഫുഡ് പ്രോഗ്രാം അധികൃതർ വ്യക്തമാക്കുന്നത്. ഗാസ കടുത്ത ക്ഷാമത്തിലേക്ക് നീങ്ങുകയാണെന്ന് വേൾഡ് ഫുഡ് പ്രോഗ്രാം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏകദേശം 23 ലക്ഷം ജനങ്ങളെ പട്ടിണി ബാധിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. ഇതിനിടയിലാണ് വീണ്ടും ഗസയിലേക്കുള്ള സഹായം നിർത്തിയിട്ടുള്ളതും. മലയാളി വാർത്ത ഇൻസൈഡ്.